ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എവിടെയായിരുന്നു നിന്നിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മോസ്ക് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ടിക്കറ്റ് കാണിച്ചില്ലേ, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. മെക്നസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ ട്രെയിൻ കയറി. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് ഞാൻ ഒരു കാറ് പിടിച്ച്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കാറ് പിടിച്ച് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണത്. ഇവിടെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒലീവ് മരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ആ ദൂരെ കാണുന്നതൊക്കെ ഒലീവിൻ്റെ മരങ്ങളാണ്. അതുപോലെ ഇവിടുത്തെ എന്ത് ഫുഡ് കിട്ടുമ്പോഴും അതിനുള്ള ഒലീവിൻ്റെ കായയില്ലേ, അത് നമുക്ക് കിട്ടും. അതിനൊരു മാങ്ങയില്ലേ, നമ്മുടെ കണ്ണിമാങ്ങയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ. കണ്ണിമാങ്ങയുടെ അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പോലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫുഡിന് നമുക്ക് ആദ്യം തരും എപ്പോഴും ഒലീവാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ അക്കോമഡേഷൻ്റെ ഒരു ഭാഗത്ത് മുകളിൽ അവർ നമുക്ക് ഒരു ചായ കുടിക്കാനിരിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, വൂളിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മൊറോക്കൺ ടീ ഇവിടുത്തതാണ്. മൂപ്പര് നമുക്ക് ഒഴിച്ചു തരികയാണെന്ന്. അങ്ങനെ എല്ലാവർക്കും മൊറോക്കൺ ടീ അവർ ഈ ക്ലാസ്സിലൊക്കെ തന്നെയാണ് അവർ ഒഴിച്ചു തരാറ് എപ്പോഴും. ആൻഡ് പറയാലോ, എവിടെ ചെന്നാലും നമുക്ക് ഈ മൊറോക്കോയിൽ ഇവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഈ ടീ തരും. അവർ ഒരു അക്കോമഡേഷനിലോട്ട് പോവാണ്. ഇവൻ്റെ 8 ദിവസത്തെ യാത്രയിലും അക്കോമഡേഷൻസ് ഒക്കെ ഭയങ്കര യുണീക്കായിരുന്നു കേട്ടോ. കളേഴ്സ്, ഇവർ ചെയ്യുന്ന കളേഴ്സ്, പെയിൻറ് കളർ, വാളിൻ്റെ കളർ, ഇത് ഭയങ്കര രസമായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ ഗൈഡ്. അയാൾ നമ്മളെ ഈ പട്ടണത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തോട്ട് കൊണ്ടുപോകാണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ നടക്കാൻ തുടങ്ങി. നമുക്ക് ഏറ്റവും മുകളിലുള്ള സൺസെറ്റ് വ്യൂ ആണ് കാണാൻ പോകുന്നത്. ഇതാണ് മോലഡ്രിസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ. പക്ഷേ എനിക്ക് ഈ ഡോങ്കീസിനെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അവർ മുഖത്തും വെച്ച് കെട്ടും, ബാക്കിലും വെച്ച് കെട്ടി, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. പക്ഷേ പിന്നെ അതിൻ്റെ കൂടുതൽ ഞാൻ നോക്കാൻ നിന്നില്ല. ആളുകളിങ്ങനെ തിങ്ങി പാർക്കുന്ന സ്ഥലമാണത്. അതിൻ്റെ മുകളിൽ കൂടെ, അപ്പോൾ ഈ അതിൻ്റെ ഇടയിലുള്ള ആളുകൾ താമസിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് വഴിയൊക്കെ. അങ്ങനെയാണ് ഇവിടുത്തെ പൊതുവേ. ഞാൻ ഇപ്പോൾ 2-3 പട്ടണം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരുന്നത്. പക്ഷേ ഇവരിങ്ങനെ ഇടയിൽ നല്ല പിക്ചറൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ടിപ്പിക്കൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ പോകുന്ന സമയത്ത് അവിടെ ഫുൾ പച്ച കളർ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം നല്ല കളർഫുള്ളാണ്. പക്ഷേ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് അടുപ്പിച്ച് ഇങ്ങനെ ഉണ്ടോ, പച്ച കളറുണ്ടോ, ഒരുപാട് അടുപ്പിച്ച് ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അതായത് ഒരു മല ഫുള്ള് വീടാക്കി എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളതിൻ്റെ മേലേക്ക് പോകുമ്പോൾ ഒരു മല കയറുന്ന ഫീൽ നമുക്ക് കിട്ടില്ല. ഇവിടെ ഞാൻ മേലെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. ഒരു സൂഫി ലുക്കൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ മൊറോക്കൻ മനുഷ്യൻ. അയാളെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചു. അയാളുടെ കട ചെറിയ കടയൊക്കെ ആയിരുന്നു അത്. അപ്പോൾ അതിൽ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, ഫ്രീ ആണ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ വ്യൂ. നമ്മുടെ ഭാഗ്യം കൊണ്ട് സൺസെറ്റിൻ്റെ ഏകദേശം കുറച്ച് മുമ്പായിട്ട് തന്നെ വന്നു. ഇതൊക്കെ കുറച്ച് സൺസെറ്റ് പിക്സ് ആണ് അവിടെ നിന്ന് എടുത്തത്. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു ആ സൺസെറ്റ്. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും സൺസെറ്റ് കാണുമ്പോൾ ഓരോരോ പ്രതീതിയാണല്ലോ. ഇങ്ങനെ ഒരു പട്ടണത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു സൺസെറ്റ് കാണാനെന്നത് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ 3 പള്ളിയിലെ പ്രാർത്ഥന ഒന്നിച്ച് കേട്ടപ്പോൾ കുറച്ച് നേരം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഒരു പള്ളി ജസ്റ്റ് കാണാനിടയായി. പിന്നെ ആ സ്ഥലങ്ങളും ഒക്കെ ഇതിനെ എന്ത് പറയുന്നു സത്യത്തിൽ എനിക്കറിയില്ല. ഇങ്ങനൊരു പള്ളി ഞങ്ങൾ കണ്ടു, പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷെ ഇവിടെയൊക്കെ സ്ത്രീകൾ പള്ളിയിൽ കയറുന്നതായിട്ട് കണ്ടു. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനൊരു വിശാലമായ കുറച്ച് ദൂരം ഒരു ബിൽഡിംഗ് ഇല്ലാതെ ഇങ്ങനൊരു മീൻസ് നമ്മൾ പറയില്ലേ സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏരിയ കാണാനിടയായി. അത് ആ ലൈറ്റിൽ നല്ല ഭംഗിയായിരുന്നു. ഇവിടുത്തെ സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ഈവനിങ് സ്കൈ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു തുറച്ച സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമ്മളിങ്ങനെ ഇടുക്കുകളിലൂടെ അങ്ങനെ പോവല്ലേ. അപ്പോൾ അവിടെയാണ് ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഓറഞ്ചസ് കിടക്കുന്നുണ്ട്. അപ്പം മുതലാണ് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് മൊറോക്കോയിൽ ഓറഞ്ചസ് ഒരുപാടുണ്ടെന്ന്. ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്നതായിരിക്കും ഓറഞ്ചിൻ്റെ ഒരു മേളം. പിന്നെ തിരിച്ചു പോകുമ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഡോഗിനെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ടായിരുന്നു. We have quite a few Muslim colleagues, doctors and nurses in my...
We have quite a few Muslim colleagues, doctors and nurses in my. അങ്ങനെ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം നല്ല വെൽ കുക്ക്ഡ് ആണ് കേട്ടോ ഫുഡ്, അത് ആദ്യം പറയണം. ഇത് ടീ മേക്കിങ്ങിൻ്റെ ഒരു ഇതാണ് അവർ കാണിച്ചു തരുന്നത്. നമുക്കൊരു സ്മോൾ വീഡിയോ എന്താ പറയുക, നമുക്ക് എങ്ങനെയാണ് മൊറോക്കൻ ടീ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ആ ടീ നമുക്ക് എല്ലാവർക്കും തരും. അപ്പോൾ അത് ടീൻ്റെ പൗഡറൊക്കെ നോക്കാൻ പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരുന്നു, അതാണ് നമ്മൾ നോക്കാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാം കയ്യിലിരിക്കുന്നത് എന്താണെന്നറിയോ, ഷുഗറാണ് കേട്ടോ. ഇത് ടീ ഷുഗർ പൊട്ടിക്കാൻ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം കല്ലാണിത്. So because you remember Ilham in the morning, she showed you the place of evolution. Yes. So instead of doing evolution, if we don't, If she give me tea with sugar, that's mean yes. Okay, first sit up. അപ്പോൾ അവിടെ പെണ്ണ് കാണൽ ചടങ്ങിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. അതായത് നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഷുഗറുള്ള ടീ തരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പെൺകുട്ടിക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടു. ഷുഗർ ഇല്ലാത്ത ടീ തരുവാണെങ്കിൽ പെൺകുട്ടിക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അവർ പറഞ്ഞത്. Bismillah. Bismillah. On commence par Bismillah. Name of God. In the name of God. Everything that we would like to start doing in the name of God. This was the prayer. So this way. Okay, 6 of this. Yes. Okay, right now we watch tea, not the button. Right? We watch tea. Okay. Okay, do you know what you do this? First one, come back to the party. Second one, no. Why? Someone teenage. It's hot water. Okay. When we watch the tea, the first one, you not watch tea. You know what tea? It's for open space. Okay. And second one, that's watch tea. Okay. That's okay. Is the point is when say for example the green when I put tea and I put it in the sun for about 40 days, it's like this. It goes on because of the heat. അങ്ങനെ അടിപൊളി ടീ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എൻ്റർടൈനിങ് പരിപാടികളൊക്കെ നടക്കുകയാണ്. ഇങ്ങനെ കുറച്ച് നല്ല വൈബാണ് കേട്ടോ. അവിടെയുള്ള ആളുകൾ മൊത്തം നല്ല വൈബായിരുന്നു. ഇങ്ങനെ ഒരു വൈബ് എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയിട്ടില്ല. ഈ ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് അവർ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിട്ട് നമ്മൾ ഫുൾ ഡാൻസ് പരിപാടിയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്.
അടിപൊളിയായ ഒരു ദിവസമായിരുന്നു. അങ്ങനെ വൈകുന്നേരം വീണ്ടും ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതോടത്ത് വന്നിരുന്ന് കുറച്ച് നേരം രാത്രി കുറച്ച് സമയം ചെലവഴിച്ചു. കാരണം നാളെ വിടുന്ന് നമ്മൾ യാത്രയാവുകയാണ്. ബൈ അപ്പം.